പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നുള്ളത് കരികോൺ ടൗണിലാണ്. കരികോണിലെ എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ട ഷാജഹാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജോലിക്കിടെ വീടിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും വലിയ പരുക്കുകൾ പറ്റി തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഭാര്യ തൊഴിലുറപ്പിനും അതുപോലെ തന്നെ 2 പഠിക്കുന്ന മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഷാജഹാൻ്റേത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഷാജഹാന് മുന്നോട്ട് പോകുന്ന ചികിത്സ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ വീഴ്ചയിൽ ഷാജഹാൻ്റെ നട്ടലിന് വലിയ പരുക്ക് പറ്റുകയും 2 കാലുകളും നിശ്ചലമാകുന്ന അവസ്ഥയുമാണ് നിലവിലുള്ളത്. ഷാജഹാനെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി, അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഷാജഹാന്റെ കുടുംബത്തെ ചേർത്തു നിർത്തണം. നിലവിൽ ഷാജഹാന് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. 10 ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ ശസ്ത്രക്രിയ നടത്താൻ ഈ സാധു കുടുംബത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ മനുഷ്യസ്നേഹികളും സഹോദരങ്ങളും ഷാജഹാന്റെയും കുടുംബത്തിൻ്റെയും ഈ അവസ്ഥയിൽ സഹായിക്കണം, ചേർത്ത് നിർത്തണം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും ഷാജഹാന്റെ കുടുംബത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പറഞ്ഞതുപോലെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഷാജഹാൻ സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കയറിക്കിടക്കാൻ ഒരു വീട് മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹത്തിന് നമ്മൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നല്ലതുപോലെ അദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിത്യവൃത്തിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുന്ന ആളാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ജീവിത സാഹചര്യമൊക്കെ വളരെ മോശം തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് സമൂഹത്തിലേക്ക് പഴയതുപോലെ കൊണ്ടുവരുന്നതിന് എല്ലാ വ്യക്തിത്വങ്ങളെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇതേപോലെ ഒരു മോളെ 50 ലക്ഷം രൂപ സമാഹരിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു നാടാണ്. അപ്പോൾ തീർച്ചയായും ഉദാരമതികൾ ഈ ഷാജഹാനെയും അതേപോലെ ഏറ്റെടുക്കണമെന്ന് വിനയപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ ഒരു വലിയ ഒരു വീഴ്ചയിൽ വളരെ വലിയ പരിക്കാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത്. നമ്മുടെ ഈ നാട്, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, ഈ നാട് ഒന്നിച്ച് നീങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ വളരെ എളുപ്പമാകും. അതിനുവേണ്ടി ഈ പാവപ്പെട്ട നിർധന കുടുംബത്തിൽപ്പെട്ട ഈ ഷാജഹാനെ സഹായിക്കുന്നതിന് നമ്മളെല്ലാവരും ഈ നാട് ഒന്നാകെ എല്ലാം മറന്ന് ഒന്നിക്കണം എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സത്യത്തിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഈ ദുര്യോഗത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ വേദനയുണ്ട്, വിഷമമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾക്കും പരിമിതികളും ഉള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളെല്ലാവരും വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഷാജഹാന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഷാജഹാനെ ഈ ദുര്യോഗത്തിൽ നിന്ന് കരകയറ്റണമെന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. പ്രവാസികൾ ഉൾപ്പെടെയുള്ള കാരുണ്യമുള്ള മനുഷ്യസ്നേഹികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഷാജഹാനെ കൈവിടരുത്, നിങ്ങൾ ഏറ്റെടുക്കണം. നന്മയോടുകൂടി ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം. അതിനെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറയുകയാണ്. ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്ന മിസ്റ്റർ ഷാജഹാൻ മെനഞ്ഞാന്ന് അവിചാരിതമായുണ്ടായ ആക്സിഡൻറ്റിൽ ഇന്നിപ്പോൾ നിശ്ചലനായിരിക്കുകയാണ്. ആ വീടിൻ്റെ ഗതി വളരെ മോശത്തിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു താങ്ങ് സഹായിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പഴയപടി കൊണ്ടുവരാൻ കഴിയും. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നല്ല ഒരു മനസ്സിന് ഉടമയോടെ ആയിരുന്നു ഷാജഹാൻ. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.